നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ നിർദ്ദേശം. 15 മണ്ഡലങ്ങളിലും ഓരോ സ്ഥാനാർത്ഥികളുടെ പേരാണ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. ആലപ്പുഴയിൽ ആരുടെ പേരുകളും പരിഗണിച്ചിട്ടില്ല. അമൽ തേനമ്പറമ്പിലുണ്ട് നമുക്കിപ്പം. അമൽ, ഒടുവിൽ രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം അതിനൊരു ഉത്തരം ആകുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഒപ്പം തന്നെ ആലപ്പുഴയിൽ കെ.സിയുടെ പേര് ഇങ്ങനെ കേട്ടിരുന്നതാണ്. അപ്പോൾ കെ.സിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായോ? സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് മുഴുവൻ സിറ്റിംഗ് എംപിമാരും മത്സരിക്കണം എന്നുള്ളതാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. തിരുവനന്തപുരത്ത് ശശി തരൂർ, അതോടൊപ്പം തന്നെ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസ്, ആന്റോ ആന്റണി, ഹൈബി ഈഡൻ, അങ്ങനെ തുടങ്ങി മുഴുവൻ സിറ്റിംഗ് എംപിമാരും, ടി എൻ പ്രതാപൻ, ബെന്നി ബെഹന്നാൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, വി കെ ശ്രീകണ്ഠൻ, അതോടൊപ്പം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി, കണ്ണൂരിൽ സുധാകരൻ, കാസർഗോഡ് ഉണ്ണിത്താൻ, വടകരയിൽ കെ മുരളീധരൻ, ഇങ്ങനെ ഈ പറയുന്ന എംപിമാരെല്ലാം തന്നെ ഒരു വട്ടം കൂടി മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്കാണ് സ്ക്രീനിംഗ് കമ്മിറ്റി പോകുന്നത്. കെ സുധാകരൻ മത്സരിക്കാനില്ല എന്നൊരു കാര്യം നേരത്തെ ഈ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു, സ്ക്രീനിംഗ് കമ്മിറ്റി അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് പരിഗണിക്കുന്നില്ല. മുഴുവൻ എംപിമാരുടെയും പേര് AICCക്ക് അയക്കുകയാണ്. അവിടെ തീരുമാനം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2 സീറ്റുകളിലെ കാര്യമാണ്. ഒന്ന് വയനാടാണ്, അതോടൊപ്പം തന്നെ മറ്റൊന്ന് കണ്ണൂരാണ്. സുധാകരൻ്റെ പേര് വീണ്ടും നിർദ്ദേശിച്ചതോടുകൂടി അവിടുത്തെ ചർച്ച അവസാനിക്കുന്നു. പിന്നെയുള്ളത് ആലപ്പുഴ, വയനാട്. രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും വയനാട്ടിലെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുക. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യം രാഹുൽ തന്നെ വീണ്ടും മത്സരിക്കണം, ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ അത് അനിവാര്യമാണ് എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ആലപ്പുഴയിലെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായതിനു ശേഷമായിരിക്കും ഒരു സാമുദായിക സന്തുലിതാവസ്ഥയൊക്കെ പാലിച്ചുകൊണ്ട് ആലപ്പുഴയിലെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. നിലവിൽ കെ.സി. വേണുഗോപാലിന് താല്പര്യമുണ്ടെങ്കിൽ കെ.സി. തന്നെയായിരിക്കും വരിക, അല്ല എങ്കിൽ മറ്റാരുടെയെങ്കിലും പേര് പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സുധാകരൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടും സുധാകരൻ്റെ പേര് തന്നെ നിർദ്ദേശിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. ശരി അമൽ.